Okay, hello and welcome to Anais Academy. Welcome to daily news analysis. So 19th August 2025 വന്നിട്ടുള്ള ഹിന്ദുവിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂവിംഗ് ഓൺ ടു ഫസ്റ്റ് ആർട്ടിക്കിൾ, ഡി എസ്കലേഷൻ പ്രോസസ് മസ്റ്റ് ഗോ ഫോർവേഡ്, ജയശങ്കർ ടെൽസ് വാങ്. GSP2 ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗവേണൻസ് ആൻഡ് GSP3 സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇതാണ് നമ്മുടെ UPSC സിലബസ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ന്യൂസിൽ പറയുന്നത്? അപ്പോൾ നമുക്കറിയാം ഇന്ത്യ ചൈന റിലേഷൻ ഇപ്പം ഒരു ലോങ് ടേം ആയിട്ട് ഇന്ത്യ ചൈന റിലേഷൻ അത്ര നല്ലതായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. ബട്ട് റീസെന്റ് ആയിട്ടുള്ള എന്താണ് ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ്, നമുക്കറിയാം ഇന്ത്യ അമേരിക്ക നല്ല ബന്ധത്തിലായിരുന്നു. അതിനുശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അമേരിക്ക എന്ത് ചെയ്തു? നമ്മുടെ മേലിലേക്ക് താരിഫ് അല്ലെങ്കിൽ എക്കണോമിക് സാങ്ഷൻസുകൾ പോലത്തെ കാര്യങ്ങൾ നമ്മുടെ മേലിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിംഗിൾ അലയിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ഡിഫറെന്റ് ആളുകളുമായിട്ടുള്ള അലൈ വെക്കണമെന്നാണ് നമ്മുടെ ഇന്ത്യയുടെ പുതിയൊരു നയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നമ്മളും ചൈനയും എന്താണ് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളും ചൈനയും ഒരു പുതിയ റിലേഷനിലേക്ക് മാറാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇന്ത്യ നടത്താൻ പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യ ചൈന റിലേഷൻ, the ongoing process of troop withdrawal and de-escalation from the line of actual control remains unfinished 10 months after the last leaders summit. നമുക്കറിയാം റീസെന്റ് ആയിട്ട് 2020 ഒക്കെ വന്ന സമയത്ത് ഇന്ത്യ ചൈന ബോർഡറിൽ, അതാണ് ഇന്ത്യ ചൈന ബോർഡറിലാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. അവിടെ വളരെ രീതിയിലുള്ള ഒരു ടെർമോയിൽസ് നടന്ന സമയത്ത് അവിടെ രണ്ട് ഭാഗത്തുള്ള, അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് ലീഡേഴ്സിന്റെ സമ്മിറ്റിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു സീസ് ഫയർ അഗ്രിമെന്റ്. ദാറ്റ് മീൻസ് ഇനി ആ ഒരു ബോർഡറിലുള്ള ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസുകളും പാടില്ല, ഇനി എന്തെങ്കിലും പുതിയൊരു കൺസ്ട്രക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും പാടില്ല എന്നൊരു കണ്ടീഷൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് 10 മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡിമോളിഷൻ, അതായത് ഡിമൊബിലൈസേഷൻ ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ യെറ്റ് ടു ബി കംപ്ലീറ്റഡ്. അതായത് ആ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ രണ്ട് ഭാഗത്തുള്ള ആളുകൾ പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസുകൾ നടത്തുന്നുണ്ട്. അത് ഇതുവരെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ഇംപ്രൂവിംഗ് ബൈലാറ്ററൽ ട്രേഡ് റിലേഷൻസ് ഈസ് സെൻട്രൽ ടു റീസ്റ്റോറിംഗ് ട്രസ്റ്റ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ടെൻഷൻ. അതായത് എന്താണ് ഇതിന്റെ കോർ പ്രിൻസിപ്പിൾ പറയുന്നത്? ചൈനയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ബൈലാറ്ററൽ റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുക. അതിലൂടെ ചൈനയുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഒരുപാട് കാലമായിട്ടുള്ള ശത്രുക്കളെ നൽകുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ചൈനയുമായിട്ടൊരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിംഗ് ദ 2020 സ്റ്റാൻഡ് ഓഫ് അറ്റ് ദ LAC. പിന്നെ ഡിപ്ലോമാറ്റിക് എക്സ്ചേഞ്ചസ് ആൻഡ് ഹൈ ലെവൽ ഡയലോഗ്സ്. റീസെന്റ് ആയിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ടോക്സ് വിത്ത് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യി ഇൻ ഡൽഹി ഫോക്കസ്ഡ് ഓൺ റിസോൾവിംഗ് ദ ബോർഡർ ക്രൈസിസ് ആൻഡ് അഡ്വാൻസിംഗ് ഡി എസ്കലേഷൻ മെഷേഴ്സ്. അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും ചൈനയുടെ കൗണ്ടർ പാർട്ടുള്ള ചൈനയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററും തമ്മിലുള്ള ഒരു ഡിസ്കഷൻസ് അല്ലെങ്കിൽ ടോക്ക് ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം, നമുക്കിനി അങ്ങോട്ടേക്ക് ബോർഡറിൽ ഇത്രത്തോളം ക്രൈസിസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ഡി എസ്കലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ത്യ ചൈന എന്ന് പറയുന്നത് ഒരു ശത്രുക്കളായി ഇനി മുന്നോട്ടേക്ക് പോകണ്ട. ഇതാണ് ഇന്ത്യയുടെ ഒരു പുതിയ നയം. ബോത്ത് സൈഡ്സ് പ്രിപ്പയർഡ് ഫോർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിസ് അപ്കമിംഗ് വിസിറ്റ് ടു ചൈന ഫോർ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. അപ്പം ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുള്ള ഗവൺമെന്റും എന്താണ് ഇനി തൊട്ടടുത്തായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചൈനയുടെ ഒരു സമ്മിറ്റ് ആണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. സോ അതിലേക്ക് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇന്ത്യ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ബിക്കോസ് ചൈനയാണ് അത് ലീഡ് ചെയ്യുന്നത്. SCO ലീഡ് ചെയ്യുന്നത് ചൈനയായിരുന്നു. SCO എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമ്മിറ്റ് ആണ്, അതിനെ ലീഡ് ചെയ്യുന്നത് ചൈനയായിരുന്നു. അതുകൊണ്ട് ചൈനയുമായിട്ട് നല്ല റിലേഷൻ നമ്മൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എന്താണ് ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പം നമ്മളും ചൈനയും തമ്മിലുള്ള ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചൈനയിലേക്ക് ഒരു വിസിറ്റ് നടത്താൻ പോവാണ്. സോ എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു കോഓപ്പറേഷൻ അല്ലെങ്കിൽ SCOയിൽ ഞങ്ങൾ പങ്കെടുക്കാം, ഓക്കെ, ഞങ്ങൾ ഇന്ത്യയും കൂടി വില്ലിംഗ് ആണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ നിങ്ങൾ എന്താണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ, സോ ഇത് ആരൊക്കെയാണ് ഇതിന്റെ മെമ്പേഴ്സ്, ഇതാരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിലിംസ് നോട്ടിലാണ് നിങ്ങൾക്ക് ഇത്തരം പോയിന്റുകൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, സോ ദെൻ റീസെന്റ് പോസിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്ന ഡെവലപ്മെന്റ്സ് എന്തായിരുന്നു? ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഇൻക്ലൂഡ് ദ റിസംഷൻസ് ഓഫ് കൈലാഷ് മാനസരോവർ യാത്ര ആൻഡ് ടൂറിസ്റ്റ് വിസ ഫോർ ചൈനീസ് സിറ്റിസൺസ് ടു ഇന്ത്യ. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യ എപ്പോഴും ചൈനീസ് ട്രാവലേഴ്സിനെ ഇങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആണ് നമ്മളെ കൈലാഷ് മാനസരോവർ യാത്ര.
ഓക്കെ, അവിടേക്ക് ചൈനീസ് ടൂറിസ്റ്റുകൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാം. ചൈനീസ് ടൂറിസ്റ്റുകൾക്ക് വിസ അനുവദിച്ചുകൊണ്ടാണ് ഇന്ത്യ റീസെന്റ് ആയിട്ടുള്ള പുതിയ ഇനീഷ്യേറ്റീവ്സ് കൈക്കൊണ്ടിട്ടുള്ളത്. ഡിസ്കഷൻസ് ആർ അണ്ടർ വേ ടു റെസ്യൂം ഷെയറിംഗ് river water data and direct flights between India and China, previously suspended since 2020. Okay, so that means നമ്മൾ 2020 ഈ വാട്ടർ ഷെയറിംഗ് അഗ്രിമെന്റ് ഉണ്ട്. നമുക്കറിയാം ബ്രഹ്മപുത്ര റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിമാലയത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും അത് സാങ്പോ എന്ന ലെവലിൽ ടിബറ്റിലൂടെ ഒഴുകിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്ന ബ്രഹ്മപുത്രയായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ ഷെയറിംഗ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാട്ടർ ഷെയറിംഗ് അഗ്രിമെന്റ്സിലും കാര്യങ്ങളിലൊക്കെ നല്ലൊരു ബ്ലോക്കേഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അപ്പം അത് ഈ ഒരു കാലങ്ങളിലാണെങ്കിൽ, അതായത് വാട്ടർ ഷെയറിംഗ് അഗ്രിമെന്റിൽ രണ്ട് രാജ്യങ്ങളും ഒരുപോലെ മുന്നോട്ട് പോവാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ്, ചൈനയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് അനുവദിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഇനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്? ഫോക്കസ് ഏരിയ ആൻഡ് നെഗോസിയേഷൻസ്. ടോക്സ് ബിറ്റ്വീൻ ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ആൻഡ് വാങ് സി ഫോക്കസ് ഓൺ ബോർഡർ ഡീലിമിറ്റേഷൻ, മാനേജ്മെന്റ് മെക്കാനിസം ആൻഡ് ക്രോസ് ബോർഡർ എക്സ്ചേഞ്ച്. അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് അജിത് ഡോവലും അതുപോലെ തന്നെ വാങ് യി അവിടുത്തെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. സോ അവർ തമ്മിലുള്ള ഡിസ്കഷൻസിൽ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം ബോർഡർ ഡീലിമിറ്റേഷൻ, അതായത് നമുക്ക് വ്യക്തമായിട്ടൊരു ബോർഡർ ലൈൻ വരക്കാം. ഓക്കെ, ഇതുവരെ ഇന്ത്യയുടെ ബോർഡർ, ഇതുവരെ ചൈനയുടെ ബോർഡർ എന്ന് വ്യക്തമായിട്ടുള്ള ബോർഡർ വരക്കാം. അപ്പോൾ ബോർഡറിൽ നമുക്കൊരു ഇഷ്യൂ വരാൻ പാടില്ല. അതുപോലെ തന്നെ മാനേജ്മെന്റ് മെക്കാനിസം, എങ്ങനെയാണ് ആ ബോർഡർ മാനേജ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ ക്രോസ് ബോർഡർ എക്സ്ചേഞ്ചസ്, അതായത് ബോർഡർ വഴി നമുക്ക് എന്താണ് ട്രേഡ് റൂട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയ അജിത് ഡോവലും, അതായത് ചൈനയുടെ ഭാഗത്തു നിന്നാളും പോയിട്ടുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. Then China has expressed a readiness for positive communication, constructive attitude and deeper engagement on key border issues. അപ്പം ഇതുവരെ ചൈനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ചൈന എപ്പോഴും നമ്മളെ എൻസർക്കിൾ ചെയ്യുക. ഇന്ത്യ ഇപ്പോൾ ശ്രീലങ്ക ചൈനയുടെ അണ്ടറിലേക്ക് പോവുക, പാകിസ്ഥാൻ ചൈനയുടെ അണ്ടറിലേക്കാണ്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ ചൈനയുടെ അണ്ടറിലേക്ക് മാറ്റിയിട്ട് നമ്മളെ എൻസർക്കിൾ ചെയ്യാൻ, നമ്മളെ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും US തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടായിരുന്നു നമ്മൾ എന്ത് സംഭവിച്ചത്, ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാം എന്ന് ചൈന മുന്നേ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ചൈന എങ്ങനെയെങ്കിലും ഇന്ത്യനെ കൺട്രോൾ ചെയ്യണം. ബിക്കോസ് US ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ ഫ്രണ്ട് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ബട്ട് റീസെന്റ് ആയിട്ട് നമ്മുടെ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് US ഭാഗത്ത് നിന്ന് സാങ്ഷൻ വന്നു. അപ്പം ഇന്ത്യ ആണെങ്കിലും ശക്തമായിട്ട് അതിനെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വരുന്ന ആർട്ടിക്കിൾ നോക്കാം. തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് US പേടിപ്പിച്ചിട്ട് പോലും നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മൾ US നിന്ന് അകന്നു പോകുന്നതെന്ന് തോന്നുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ നമ്മുടെ ശത്രുവായിട്ടുള്ള ചൈന നമ്മുടെ അടുത്തേക്ക് കുറച്ചുകൂടി നല്ല റിലേഷന് വേണ്ടിയിട്ട് വരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചൈന ഒരു പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യയുമായുള്ള പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള എൻഗേജ്മെന്റ്സ്, നമുക്ക് ഇനി ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നൊരു കണ്ടീഷനാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡി എസ്കലേഷൻസ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ബോത്ത് സൈഡ്സ് അഗ്രീഡ് ദാറ്റ് മൊമെന്റം ഇൻ റിലേഷൻ ഹിങ്ങിങ് ആൻഡ് മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി അറ്റ് ദ ബോർഡർ. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള രാജ്യങ്ങൾക്കും വേണ്ടത് ഒരു പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. എസ്പെഷ്യലി ബോർഡർ ഏരിയയിനകത്ത്, ബോർഡർ ഏരിയയിൽ സമാധാനം ഉണ്ടായിരിക്കണം, ഒരു സ്റ്റേബിൾ ആയിരിക്കണം, ആരും വന്ന് ക്രോസ് ബോർഡർ എൻഗേജ്മെന്റ്സോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. സോ ഇത്തരം കാര്യങ്ങൾ രണ്ട് രാജ്യത്തിനും താല്പര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഡി എസ്കലേഷനിലൂടെ ഈ രണ്ട് കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ദ എബിലിറ്റി ടു ജോയിന്റ്ലി മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ട്രാങ്ക്വിലിറ്റി അറ്റ് ദ ബോർഡർ റിമെയിൻസ് എ പ്രയോറിറ്റി ഫോർ സസ്റ്റൈനബിൾ ബൈലാറ്ററൽ ടൈസ്. ഇനി ഗ്ലോബൽ ആൻഡ് റീജിയണൽ കണ്ടക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ the visit is significant as it follows 4-year military standoff and is the first high-level ministerial exchange after the October 2024 meeting in Kazan. അതായത് 2024 മീറ്റിംഗ്, അതായത് നമ്മൾ കഴിഞ്ഞ 2020 ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചൈനയുമായിട്ട് ഒരു എന്താണ് ഒരു നല്ലൊരു ബന്ധത്തിലായിരുന്നില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഡി എസ്കലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റിസ്റ്റോറേഷൻ ഓഫ് ടൈസ് ഈസ് ബീയിങ് പെർസ്യൂഡ് ത്രൂ ഇൻക്രിമെന്റൽ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ്. അതായത് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സിലൂടെ മാത്രമേ സാധിക്കൂ, ഒരിക്കലും ഒരു ത്രച്ചനായിട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഒരു ട്രസ്റ്റ്, ഞങ്ങളിത് ചെയ്തു തരാമെന്ന് ചൈന പറയുന്നു, ഇന്ത്യ അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ ഇന്ത്യ ചെയ്തു തരാൻ പറയുന്ന സമയത്ത് ചൈന അംഗീകരിക്കുന്നു. കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സിൽ മാത്രമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് ഈ ഓഥർ പറയുന്നത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. അലാസ്കൻ വിൻസ് ഇന്ത്യ ദ ട്രംപ് പുടിൻ സമ്മിറ്റ്. ഇന്ത്യ ആൻഡ് ദ ട്രംപ് പുടിൻ സമ്മിറ്റ്. GSP2 international relations, policy and governance, and GSP3 economy, energy and security. Okay, so ഈ ഒരു ആർട്ടിക്കിളും നമ്മൾ തൊട്ട് മുന്നേ നോക്കിയിരിക്കുന്ന ആർട്ടിക്കിളുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ദാറ്റ് മീൻസ് റീസെന്റ് ആയിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് ആയിട്ട് വ്ളാഡിമിർ പുടിനെ അലാസ്കയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പോകണം. അത് ഏറ്റവും വലിയ, അതായത്
ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും വലിയ ഹൈ പ്രൊഫൈൽ മീറ്റിംഗ് ആയിട്ട് നമുക്ക് പറയാം. ബിക്കോസ് വേൾഡ് വാറിന് ശേഷം US എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബ്ലോക്ക് ഒരു സൈഡ്, അതുപോലെ തന്നെ റഷ്യൻ ബ്ലോക്ക് മറ്റൊരു സൈഡ്. വേൾഡ് വാർ 2 ശേഷം ഇത്രയും കാലമായിട്ട് ഒരു ജിയോ പൊളിറ്റിക്സ് റൈവൽറി, ഒരു ഈസ്റ്റേൺ ബ്ലോക്ക് ആൻഡ് വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ബ്ലോക്കിനെയും വ്യക്തമായിട്ട് നിയന്ത്രിക്കുന്ന മെയിൻ രാജ്യങ്ങളും ഇവർ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറയുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ, US, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ. റഷ്യൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യ എപ്പോഴും നോൺ അലൈൻമെന്റ് ആണ്. ഇന്ത്യ ഏതൊരു ബ്ലോക്കിലും അംഗമായിട്ടില്ല. റഷ്യൻ ബ്ലോക്ക് എന്ന് റഷ്യ, ചൈന തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളായിരുന്നു റഷ്യൻ ബ്ലോക്ക്. ഇത് വേൾഡ് വാർ 2 ശേഷമാണ് ഇത്തരം ഒരു ബ്ലോക്കേഡ്, അതായത് രണ്ട് ബ്ലോക്കുകളായിട്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 2025 ഓഗസ്റ്റ് 15 വളരെ വലിയൊരു ഹൈ പ്രൊഫൈൽ മീറ്റിംഗ്, അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബദ്ധശത്രുക്കളായിട്ടുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അലാസ്കയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പോകണം. സോ എന്താണ് മീറ്റിംഗിന്റെ ഉദ്ദേശം? അവർ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കഷൻ റിലേറ്റഡ് ടു ദ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്ട് ആൻഡ് ഗ്ലോബൽ സ്ട്രാറ്റജിക് അലൈൻമെന്റ്സ്. അതായത് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ല, റഷ്യ ഉക്രൈൻ വാർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഉക്രൈൻ എന്ന് പറയുന്നത് എന്താണ്? നാറ്റോയുടെ ഭാഗമാണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓഫ് ഓർഗനൈസേഷൻ. അതായത് നാറ്റോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നോക്കുന്നത് US-ന്റെ അണ്ടറിലുള്ള ഒരു ഓർഗനൈസേഷൻ. നാറ്റോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിംഗ് ആണ്, വേൾഡ് ഗ്രൂപ്പിംഗ്സ് ആണ്. അപ്പം നാറ്റോയിലുള്ള ഏതെങ്കിലും രാജ്യത്തിനെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാറ്റോ ഗ്രൂപ്പിൽ എല്ലാ മെമ്പേഴ്സും ആ രാജ്യത്തിന് വേണ്ടി സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കും. ഇതാണ് നാറ്റോയുടെ ഒരു റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് ഉക്രൈൻ നാറ്റോയുടെ ഒരു ബന്ധമായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മുടെ അമേരിക്ക, ഈ നാറ്റോ ഒക്കെ മെയിൻ ആയിട്ട് ഭരിക്കുന്ന അമേരിക്ക ഉക്രൈന് വേണ്ടി സപ്പോർട്ടീവായിട്ട് വരുന്നു. ബട്ട് ഈ ഒരു വാറിൽ, റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യയുമായിട്ട് ഉക്രൈൻ ഒരിക്കലും ചേർന്ന് പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഉക്രൈൻ എപ്പോഴും നല്ല രീതിയിലുള്ള എഫക്റ്റഡ് ഏരിയയിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർ എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇറങ്ങുകയാണ്. അതാണ് ഇവിടെ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധത്തിന്, ഈ ഒരു ടോക്കിന് വേണ്ടി വരുന്നത്. ഓക്കെ, ഇൻക്ലൂഡിംഗ് പോസിബിൾ ട്രൈലാറ്ററൽ ടോക്സ് വിത്ത് യുക്രൈൻ ആൻഡ് യൂറോപ്പ്. അപ്പൊ ഈ രണ്ട് ബയലാറ്ററൽ ടോക്സ് മാത്രമല്ല, ഒരു ട്രൈലാറ്ററൽ ടോക്സ്, അതായത് ഉക്രൈനും യൂറോപ്പും US-ഉം അതുപോലെ തന്നെ റഷ്യക്ക് ഉൾപ്പെടെയുള്ള ഒരു ട്രൈലാറ്ററൽ ടോക്സിലേക്കും പോകാനാണ് ശ്രമിക്കുന്നത്. ഇനി ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് കാര്യം? ഓക്കെ, ഇന്ത്യക്ക് ഈ ഒരു കണ്ടീഷൻസിൽ വളരെ വലിയൊരു ഉപകാരമാണ് ഇന്ത്യക്ക് ഈ ഒരു കണ്ടീഷനിൽ ലഭിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ ഇന്ത്യ ദ എക്സ്പെക്ടഡ് ക്ലിയർ കട്ട് ഔട്ട്കം സച്ച് ആസ് റോൾ ബാക്ക് ഓഫ് US സെക്കൻഡറി സാങ്ഷൻസ് ഓൺ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സ് ആൻഡ് റിവിഷൻ ഓഫ് റെസിപ്രോക്കൽ താരിഫ് ഓവർ ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത സമയത്ത് അമേരിക്കക്ക് ഇത് ഇഷ്ടപ്പെടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ എക്കണോമിക് സാങ്ഷൻസുകളും അതുപോലെ തന്നെ ട്രേഡ് താരിഫുകളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് രണ്ട് രീതിയിലായിരുന്നു ഉണ്ടായത്. 2-pronged പോളിസി ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 2-pronged പോളിസി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇന്ത്യ, അത് റഷ്യ, ഓക്കെ, US. അതായത് നമ്മൾ ഈ US-ഉം റഷ്യയും ശത്രുക്കളാണെന്ന് കരുതാം. ഓക്കെ, അപ്പൊ ഇന്ത്യ US-ഉം ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് US-ന് സംഭവിക്കും, US-ന് അത് ഇഷ്ടപ്പെടില്ല. US നമ്മളോട് പറയും നിങ്ങളത് ഇമ്പോർട്ട് ചെയ്യരുത്. നമ്മളത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ എക്കണോമിക് സാങ്ഷൻ. ഇത് രണ്ട് മെത്തേഡിലായിരുന്നു US നമുക്കെതിരെയുള്ള ഒരു സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയിൽ നിന്ന് നിങ്ങൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ എക്കണോമിക് സാങ്ഷൻസുകൾ അല്ലെങ്കിൽ താരിഫുകൾ ഞങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. അതായത് US പ്രസിഡന്റ് പറയാണ്, ഞങ്ങൾ താരിഫ്, അതായത് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അമേരിക്കയിലേക്ക് ഇപ്പോൾ ഇറക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഹയർ താരിഫ് ഞങ്ങൾ ഏർപ്പെടുത്തും. ദാറ്റ് മീൻസ് അമേരിക്കയുടെ മാർക്കറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. സോ ഒന്ന് ഹയർ താരിഫും, സെക്കൻഡ് തിങ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ US-ന്റെ മാർക്കറ്റ് ആക്സസ് ഞങ്ങൾ കട്ട് ചെയ്യും. ദാറ്റ് മീൻസ് നിങ്ങൾ US-ൽ വന്ന് സാധനങ്ങൾ വിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ മാർക്കറ്റ് ആക്സസ് കട്ട് ചെയ്യും. സോ ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ 2-pronged പോളിസി ആയിരുന്നു റഷ്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ മുന്നോട്ട് പോകുന്ന നോക്കുന്ന സമയത്ത് നമ്മൾ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു കണ്ടീഷൻസിൽ ഇപ്പം റഷ്യയും US-ഉം തമ്മിൽ ഉക്രൈൻ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് അവർ സംസാരിക്കാൻ പോവാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യക്ക് ഒരു ഉപകാരമാണ്. ബിക്കോസ് എന്താണ്, ഈ ഒരു താരിഫും കാര്യങ്ങളൊക്കെ മാക്സിമം കുറക്കാൻ തയ്യാറാവും. ബിക്കോസ് US റഷ്യയുടെ അടുത്ത് ഒരു സഹായം തേടാൻ പോവാണ്. സഹായമല്ല, ഈ റഷ്യ ഉക്രൈൻ വാർ നിങ്ങൾ നിർത്തണം എന്ന് പറയാൻ പോവാണ്. അപ്പം US policies have continued to put pressure on India for buying Russian oil with no indication of easing economic sanctions. That means ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും US-ന്റെ സാങ്ഷൻസുകൾ, ഇന്ത്യക്കെതിരെയുള്ള സാങ്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ ഒരു ബന്ധം വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിചാരിക്കുകയാണ് ഈ ഒരു US-ന്റെ സാങ്ഷൻസ് നമ്മുടെ മേലേക്കുള്ള പ്രഷർ കുറയാൻ സാധ്യതയുണ്ട്. India's diplomatic position and challenges. India's diplomacy experienced a sense of vulnerability due to limited agency in the outcomes of US-Russia negotiations. അപ്പോൾ ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ മെയിൻ ആയിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു US നമ്മുടെ സാങ്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റുമെന്നുള്ളത്. ബട്ട് വളരെ കുറഞ്ഞ ചാൻസിൽ മാത്രമേ സാധ്യതയുള്ളൂ. ബിക്കോസ്
ഈ ഒരു റഷ്യ US നെഗോസിയേഷൻ്റെ അകത്ത് ഇന്ത്യക്ക് പ്രത്യേകമായിട്ട് വലിയ ഉപകാരങ്ങളൊന്നും കിട്ടാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഇന്ത്യക്ക് വേണമെങ്കിൽ US പോയി ചോദിക്കാം, ഓക്കെ ഞങ്ങളുടെ സാങ്ഷൻസ് കുറച്ച് തരാൻ പറ്റുമെന്നുള്ള വേണമെങ്കിൽ ചോദിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യ മസ്റ്റ് നൗ കൺസിഡർ ഇറ്റ്സ് അപ്രോച്ച് വെദർ ടു സ്വിഫ്റ്റ്ലി അഡ്ജസ്റ്റ് പോളിസി ചേഞ്ചസ് ഡ്രിവൺ ബൈ US ആക്ഷൻസ് ഓർ take a step back and rebalance priorities, focusing on its own strategic autonomy rather than symmetry or personal diplomacy. അപ്പോൾ ഇന്ത്യയുടെ പോളിസി അപ്രോച്ച് ചേഞ്ച് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ഓദർ പറയുന്നത്. ദാറ്റ് മീൻസ് പെട്ടെന്ന് പോളിസികൾ ചേഞ്ച് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ യുഎസിന്റെ ആക്ഷൻസ് വന്നോട്ടെ, റഷ്യയുടെ ആക്ഷൻസ് വന്നോട്ടെ, പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ റീബാലൻസ് ചെയ്യുക. നമുക്ക് ആരാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഇപ്പം US വന്നിട്ട് നമുക്ക് സാങ്ഷൻസ് ഏർപ്പെടുന്ന സമയത്ത് ഉടനെ തന്നെ നമ്മൾ റഷ്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രയോറിറ്റീസ് ആദ്യം നമ്മൾ കണ്ടെത്തണം. ഏതാണ് നമ്മുടെ പ്രയോറിറ്റീസ്? ദാറ്റ് മീൻസ് നമുക്ക് ഒരു ഇന്ത്യക്ക് മാത്രമായിട്ടൊരു സ്ട്രാറ്റജിക് ഓട്ടോണമി ആവശ്യമുണ്ട്. അതായത് നമ്മൾ ആരുടെയും അണ്ടറല്ല നിൽക്കുന്നത്, നമ്മൾ ആരുടെയും സപ്പോർട്ടില്ല നിൽക്കുന്നത്. ഇനിയിപ്പം റഷ്യ വന്ന് സാങ്ഷൻ തന്നോട്ടെ, അമേരിക്ക ഒന്ന് സാങ്ഷൻ തന്നോട്ടെ, അതുകൊണ്ടൊന്നും നമ്മളൊന്നും ബാധിക്കില്ല എന്നൊരു കണ്ടീഷൻസിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഈ ഓതർ പറയുന്നത് ഫോക്കസിങ് ഓൺ ഇറ്റ്സ് ഓൺ സ്ട്രാറ്റജിക് ഓട്ടോണമി ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ നോ ചേഞ്ച് ഇൻ കോർ ഇന്ത്യൻ പോളിസീസ്. ഇവൻ ദോ US ഇത്തരത്തിലുള്ള സാങ്ഷൻസ് നമുക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും the Modi government maintained its stance on Russian energy imports and trade policy despite US pressure. അതായത് യുഎസിന്റെ പ്രഷർ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ റഷ്യയിൽ നിന്ന് എനർജി ഇമ്പോർട്ട് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. There was no indication that India would alter its position or allow external powers to dictate its key policies in response to summit level decision elsewhere. That means ഇന്ത്യ എവിടെയും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല, ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങളെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ പോളിസികളും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഞങ്ങൾ യുഎസിന് അധികാരം കൊടുത്തു, അല്ലെങ്കിൽ റഷ്യക്ക് അധികാരം കൊടുത്തു, അല്ലെങ്കിൽ ചൈനക്ക് അധികാരം കൊടുത്തു എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ വന്നിട്ട് നമ്മുടെ ഇന്റേണൽ മാറ്റേഴ്സിന്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ പോളിസികൾ ചേഞ്ച് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യില്ല. ബിക്കോസ് നമ്മൾ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള രാജ്യമാണ്. ഒരിക്കലും നമ്മുടെ പൊസിഷനോ അതുപോലെ തന്നെ എക്സ്റ്റേണൽ പവേഴ്സ് വന്നിട്ട് നമ്മുടെ പോളിസികളുടെ അകത്ത് കൈകടത്താനോ ഇന്ത്യ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യ US റിലേഷൻസ്, ഇനി കുറച്ചുകൂടി വേസ്റ്റ് ആവാൻ പോകുന്ന റിലേഷൻ ഇന്ത്യ US റിലേഷൻസ്. ഇനി അപ്കമിങ് കുറച്ച് ഇവന്റുകൾ ഉണ്ട് ഇന്ത്യ US റിലേഷൻസിൽ. അതിലൊന്നാമത്തെ ഒരുപാട് ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയും US റിലേഷൻസിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്വാഡ് സമ്മിറ്റ് എന്ന് പറയുന്ന സമയത്ത് US, ജപ്പാൻ, ഓസ്ട്രേലിയ, ആൻഡ് ഇന്ത്യ. അപ്പം നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ ഉണ്ടായിരിക്കുക എന്താണ് ക്വാഡ് ഗ്രൂപ്പിംഗ്. ഓക്കെ, വാട്ട് ഈസ് ക്വാഡ് ഗ്രൂപ്പിംഗ് എന്നുള്ളത് നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ ഉണ്ടായിരിക്കണം. ക്വാഡ് ഗ്രൂപ്പിംഗിൽ ആരാണ്, എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ആരൊക്കെയാണ് മെമ്പേഴ്സ്, അതിന്റെ ഒരു പ്രയോറിറ്റൈസേഷൻ എന്താണ്, അതിന്റെ വർക്കിംഗ് ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രിലിംസ് നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, such as Quad Summit and G20 meetings hosted by India and speculation about possible US presidential visit and finalization of India-US trade deal. അതായത് ഇന്ത്യ US തമ്മിലുള്ള ഒരു അപ്കമിങ് കുറച്ച് ഇവന്റുകൾ ഉണ്ട്. ദാറ്റ് മീൻസ് ക്വാഡ് സമ്മിറ്റ് ഉണ്ട്, G20 മീറ്റിംഗ് നടക്കാൻ പോവാണ്, അതുപോലെ തന്നെ US പ്രസിഡൻഷ്യൽ വിസിറ്റ്, ഇന്ത്യയിലേക്ക് USന്റെ പ്രസിഡന്റിന്റെ വിസിറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇന്ത്യ USന്റെ ഒരു ട്രേഡ് ഡീൽ എങ്ങനെയായിരിക്കും, ഇന്ത്യ USന്റെ ട്രേഡ് ഡീൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. But engagements at the SCO meet and continued India, US, Japan, Australia cooperation will shape the future dynamics. അപ്പോൾ നമ്മൾ ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗിന്റെ അത് ഓർഗനൈസേഷനിൽ നമ്മൾ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാഡ് ഗ്രൂപ്പിംഗിൽ നമ്മൾ മെമ്പറാണ്. അതായത് നമ്മൾ ചൈനയുമായിട്ട് ബന്ധമുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ചൈനയുടെ റൈവലറീസ് ആയിട്ടുള്ള ജപ്പാൻ, ഓസ്ട്രേലിയ, US-മായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജിയോ പൊളിറ്റിക്സിലെ ഫ്യൂച്ചറിൽ വളരെ വലിയൊരു ഡൈനാമിക്സ് ആണ് നടക്കാൻ പോകുന്നത്. ടേക്ക് അവേസ് ഫോർ ഇന്ത്യൻ ഫോറിൻ പോളിസി. ദ ആർട്ടിക്കിൾ cautious against overemphasis on personal relationship or high-profile summit at the cost of substance, advocating a balanced strategic and interest-driven approach. Recommends India should focus on formal mechanism, institutional engagements, and joint projects with global partners rather than relying chiefly on personal chemistry between leaders. അതായത് ഇതിൽ പറഞ്ഞ മെയിൻ കാര്യം ഇന്ത്യയുടെ ഫോറിൻ പോളിസി എപ്പോഴും ഒരു ഫോർമൽ മെക്കാനിസത്തിന്റെ ബേസിലായിരിക്കണം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻഗേജ്മെന്റ്സിന്റെ ബേസിലായിരിക്കണം, ഒരു ഗ്ലോബൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് പ്രൊജക്ട് പോലെ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പം ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുട്ടിനെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ലീഡേഴ്സ് തമ്മിലൊരു കെമിസ്ട്രി നമുക്കിവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇന്ത്യയും US-ഉം ദാറ്റ് മീൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നല്ല ബന്ധമാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ രണ്ട് രാജ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഫോറിൻ പോളിസി ഉണ്ട്, ആ ഫോറിൻ പോളിസിയിൽ മാത്രം മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ നാളെ നമുക്കെതിരെ ട്രംപ് ഒരു സാങ്ഷൻസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ പോലും ഞങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഡിങ് നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു രീതിയിലാണ് പറയുന്നത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഒരിക്കലും ഒരു
കെമിസ്ട്രി ബിറ്റ്വീൻ ഒരു പേഴ്സണൽ കെമിസ്ട്രി ബിറ്റ്വീൻ ലീഡേഴ്സിന് അണ്ടറിലായി പോകാൻ പാടില്ല. എപ്പോഴും ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഫോറിൻ പോളിസി ആവശ്യമായിട്ടുണ്ട്. ഇനി ബ്രോഡർ ഗ്ലോബൽ ഡൈനാമിക്സ് ദ റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യസ് പോളിസീസ് ഒക്കേഴ്സ് അമിഡ്സ് ചേഞ്ചിങ് യുഎസ് റഷ്യ റിലേഷൻസ്, ഗ്ലോബൽ എനർജി സെക്യൂരിറ്റി കൺസേൺസ് ആൻഡ് ഇവോൾവിംഗ് പൊസിഷൻസ് ഇൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ പോളിസികൾ ചേഞ്ചസും അതുപോലെ തന്നെ റീ അഡ്ജസ്റ്റ്മെന്റും ഗ്ലോബൽ പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലേക്ക് ഒരുപാട് ചേഞ്ചസുകളാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ദാറ്റ് മീൻസ് UN, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, ക്വാഡ് ഗ്രൂപ്പിംഗ്, G20, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയതിൻ്റെ അകത്ത് ചേഞ്ചസുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അത്രയുമാണ് ആ ആർട്ടിക്കിൾ നോക്കാനുള്ളൂ. മൂവിംഗ് ഓൺ ടു തേർഡ് ആർട്ടിക്കിൾ. ദ പാത്ത് ടു എൻഡിങ് ഗ്ലോബൽ ഹങ്കർ റൺസ് ത്രൂ ഇന്ത്യ. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾസിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഗ്ലോബൽ ഹങ്കർ, അതായത് എന്താണ് ദാരിദ്ര്യം, ലോകത്താകെയുള്ള ദാരിദ്ര്യം കുറക്കുക. അതിൽ ഇന്ത്യയുടെ ഒരു പോളിസികളുണ്ട്, ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന കുറച്ച് പോളിസികൾ. ആ പോളിസികൾ എങ്ങനെയാണ് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. GSF2 ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ആൻഡ് GSF3 ഇൻ ഇന്ത്യൻ എക്കണോമി, അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഹങ്കർ ട്രെൻഡ് ആൻഡ് ഇന്ത്യാസ് ഇമ്പാക്ട്. ഈ ഗ്ലോബൽ അണ്ടർ നൗറിഷ്മെന്റ് ഓൺ ഡൗൺവേർഡ് ട്രെൻഡ്. അപ്പൊ അണ്ടർ നൗറിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, അതായത് വിശക്കുമ്പോൾ ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, നമുക്ക് ആവശ്യമായുള്ള പ്രോട്ടീൻസും ആവശ്യമായിട്ടുണ്ട് അല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഫുഡുകളും നമുക്ക് ഇൻടേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ചുമ്മാ നമ്മൾ വിശക്കുന്ന സമയത്ത് കഴിച്ചാൽ മാത്രം പോരാ, പ്രോട്ടീൻ ഫുഡ്സ് ആവശ്യമായുണ്ട്. അപ്പം ഫുഡ് നൽകുന്നുണ്ടെങ്കിൽ പോലും പ്രോട്ടീൻസ്, ആവശ്യമായുള്ള പ്രോട്ടീൻസ് ലഭിക്കുന്നില്ല. ഇതിനാണ് നമ്മൾ അണ്ടർ നൗറിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബൽ അണ്ടർ നൗറിഷ്മെന്റ് ഈസ് ഓൺ ഡൗൺവേർഡ് ട്രെൻഡ്സ്, അതായത് അണ്ടർ നൗറിഷ്മെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 2023 688 മില്യൺസ് ആളുകൾക്ക് ആയിരുന്നു അണ്ടർ നൗറിഷ്മെന്റ്. അതായത് പട്ടിണിയല്ല, ഫുഡ് ലഭിക്കുന്നുണ്ട്, ബട്ട് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസോ മറ്റു കാര്യങ്ങളോ ലഭിക്കുന്നില്ല. അതിൽ നിന്ന് 2024 എത്തിയ സമയത്ത് 673 മില്യൺ ആളുകളിലേക്ക് കുറഞ്ഞു. ദാറ്റ് മീൻസ് ഒരു 8.2% കുറയാൻ തുടങ്ങി. UN ഫുഡ് സെക്യൂരിറ്റി റിപ്പോർട്ട് 2025 പ്രകാരമുള്ള കണക്കുകളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ പ്രീ പാൻഡമിക് ലെവലിൽ 7.3% നമ്മളെ പ്രീ പാൻഡമിക് ലെവലിൽ ഉണ്ടായിരുന്നു. 2018 ഏകദേശം ടോട്ടൽ വേൾഡ് പോപ്പുലേഷന്റെ 7.3% ആളുകളും അണ്ടർ നൗറിഷ്ഡ് ആയിരുന്നു. പക്ഷെ അത് പാൻഡമിക് സമയത്തായിരുന്നു, നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ബട്ട് പോസ്റ്റ് പാൻഡമിക് സമയത്ത്, പാൻഡമിക്കിന് ശേഷം അല്ലെങ്കിൽ COVID-19 ശേഷം നമ്മൾ വീണ്ടും റീഗെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കോ അണ്ടർ നൗറിഷ്മെന്റിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഇന്ത്യ ഇപ്പം ഗ്ലോബൽ ഹങ്കർ ട്രെൻഡിൽ നോക്കുകയാണെങ്കിലും ഗ്ലോബൽ ഹങ്കർ ട്രെൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യ എങ്ങനെയാണ് ഒരു ഡിവിസീവ് ആയിട്ടുള്ള പ്ലേ അല്ലെങ്കിൽ റോൾ പ്ലേ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ ഒരു പോളിസി ഇന്നോവേഷൻസ് തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യ ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസി ഇന്നോവേഷൻസ് ആയിരുന്നു ഇന്ത്യയുടെ ഫുഡ് സെക്യൂരിറ്റിയിലും ന്യൂട്രീഷൻസിലും ഗവേണൻസിലും ആൻഡ് ടെക്നോളജിയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം പ്രിവലൻസ് ഇൻ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാഷണൽ സാമ്പിൾ സർവേ ഷോസ് അണ്ടർ നൗറിഷ്മെന്റ് ഡിക്ലൈൻ ഫ്രം 14.3% to 12%. 2022 14.3% നമ്മുടെ ഇന്ത്യയുടെ അണ്ടർ നൗറിഷ്മെന്റ് കണക്കുകൾ എന്ന് പറയുന്നത്. ബട്ട് അത് 2024 സമയത്ത് 12% കുറഞ്ഞു. ട്രാൻസ്ലേറ്റിംഗ് ടു 30 മില്യൺ ഫ്യൂർ പീപ്പിൾസ് വിത്ത് ഹങ്കർ. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ അണ്ടർ നൗറിഷ്മെന്റ് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ അണ്ടർ നൗറിഷ്മെന്റ് കുറയാണ്ടായ മെയിൻ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് പണ്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ദാറ്റ് മീൻസ് PDA സിസ്റ്റം, റേഷൻ ഷോപ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പണ്ട് റേഷൻ ഷോപ്സിൽ നിന്ന് നമുക്ക് എന്താണ് അരിയും മണ്ണെണ്ണയും കാര്യങ്ങളും മാത്രമേ ലഭിക്കാറുള്ളൂ. ബട്ട് ഇപ്പം റേഷൻ ഷോപ്പിൽ നിന്ന് നമുക്ക് പൾസസുകൾ ലഭിക്കാറുണ്ട്, സീരിയൽസുകൾ കിട്ടാറുണ്ട് അല്ലെ, പയർവർഗ്ഗങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കാറുണ്ട്. അപ്പം പണ്ട് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പടക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. ബട്ട് അത് മാത്രമല്ല, അണ്ടർ നൗറിഷ്മെന്റിലേക്ക് പോകാൻ പാടില്ല, നിങ്ങൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കണം എന്നുള്ളതാണ് പൾസസും സീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി, അതായത് റേഷൻ ഷോപ്സ് വഴി നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം ഈ ഒരു മാറ്റത്തിന് കാരണമായി അല്ലെങ്കിൽ ഇന്ത്യ ഇത്രത്തോളം ഹങ്കർ കുറക്കാനുള്ള മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ PDSന്റെ ഡിജിറ്റൈസേഷൻ ആണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തു. ഒരു ആധാർ ഇനബിൾഡ് ബയോമെട്രിക് ട്രാക്കിംഗ് ആൻഡ് ഡിജിറ്റൽ റേഷൻ കാർഡുകളാക്കി. ദാറ്റ് മീൻസ് റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മറ്റെവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബയോമെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റേഷൻ ഷോപ്പിൽ കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്തു, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തു. വ്യക്തമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കുന്നുള്ളൂ. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ റേഷൻ ഷോപ്പിൽ പോകുന്നു, അവിടെ ചെറിയ ബുക്കിൽ എഴുതുന്നു എത്രത്തോളം സ്റ്റോക്സുകൾ ലഭിക്കുന്നു, എത്ര സ്റ്റോക്കുകൾ വിറ്റുപോയി എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതൊന്നും ഡിജിറ്റൈസേഷൻ അല്ല. ജസ്റ്റ് എന്താണ് ആ ഒരു റേഷൻ ഷോപ്പ് ഓണർ എന്താണ്, റേഷൻ ഷോപ്പ് നോക്കുന്ന ആരാണോ അവരുടെ അണ്ടറിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ബ്ലാക്ക് മാർക്കറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പൂഴ്ത്തിവെപ്പുകളൊക്കെ നമ്മളെ റേഷൻ ഷോപ്പുകളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ PDS സിസ്റ്റം.
ബട്ട് ഇപ്പം PDS കംപ്ലീറ്റ് ഡിജിറ്റൈസേഷൻ ചെയ്ത സമയത്ത് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് അറിയാം, എത്ര പേര് സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ വിരൽ വെച്ചാൽ മാത്രമാണ് റേഷൻ ഷോപ്പിൽ നമുക്ക് ഫുഡ് ലഭിക്കുകയുള്ളൂ, അല്ലെ? അരിയും സാധനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നേ ഒരാൾ വാങ്ങിപ്പോയി 20 കിലോ സാധനം വാങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവർ മാർക്ക് ചെയ്ത് പോകും. ബട്ട് ആ 20 കിലോ ആൾ വാങ്ങിയിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യും? ആ 20 കിലോ kg എന്ത് ചെയ്യും? അവർ മറ്റൊരാൾക്ക് വിൽക്കാൻ തുടങ്ങും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ PDS സിസ്റ്റം അത്രത്തോളം ഒരു ഡാമേജ്ഡ് കണ്ടീഷനാണ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് PDS ഡിജിറ്റൈസേഷൻ ചെയ്ത സമയത്ത് എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങി. സ്റ്റോക്സ്, ബഫർ സ്റ്റോക്കുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ റാപ്പിഡ് സ്കെയിലിംഗ് ഓഫ് ഫുഡ് സപ്പോർട്ട്, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ പാൻഡമിക് സമയത്താണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരുപാട് ഫുഡ് സപ്പോർട്ടുകൾ പല ആളുകൾക്കും NGOന്റെ സപ്പോർട്ട് വഴിയൊക്കെ എല്ലാവർക്കും ഫുഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്മാർട്ട് ഗവേണൻസ്, ഇപ്പോൾ ഫുഡ് ലഭിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഗവേണൻസ് ഓർ സ്മാർട്ട് ഗവേണൻസ് പ്രകാരം ഫുഡ് എത്തിക്കാനും ഒരുപാട് ഈ ഗവേണൻസ്, ദാറ്റ് മീൻസ് ഒരുപാട് NGOs ആയിക്കോട്ടെ, SHG ഗ്രൂപ്പുകളായിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ന്യൂട്രീഷൻ ഫോക്കസ്ഡ് പോളിസി ഇനീഷ്യേറ്റീവ്. അപ്പൊ ഇന്ത്യ മസ്റ്റ് ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം കലോറി സഫിഷ്യൻസി ടു ഓവറോൾ ന്യൂട്രീഷൻ. അപ്പൊ ഇന്ത്യ മുന്നേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് കലോറി സഫിഷ്യൻസി ആണ്. റേഷൻ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അരിയും എന്താണ് നിങ്ങൾക്ക് ഗോതമ്പ് മാത്രം ലഭിക്കുമായിരിക്കും, അല്ലെ? അരിയും വീറ്റും മാത്രമേ ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ കലോറി സഫിഷ്യൻസി മാത്രമാണ് നോക്കുക. ഇത്ര കലോറി ആവശ്യമായിട്ടുണ്ട്. അതായത് ഗ്രാമങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഏകദേശം 1800 കലോറിയും അതുപോലെ തന്നെ നഗരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 2100 കലോറിയുമാണ് ഒരു ദിവസത്തെ ഇൻടേക്ക് ആവശ്യമായിട്ടുള്ളത് ഗവൺമെന്റ് റെക്കോർഡ്സ് പ്രകാരം. അപ്പം ഇന്ത്യ ആദ്യം ഫോക്കസ് അതായിരുന്നു. ബട്ട് അതിനുശേഷം ഇന്ത്യയോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ന്യൂട്രീഷൻസിൽ കൂടി ഫോക്കസ് ചെയ്യൂ. ജസ്റ്റ് ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, അവർക്ക് ആവശ്യമായിട്ടുള്ള ബോൺ സ്ട്രെങ്ത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ലഭിക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. ദ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ് ഈസ് അൺഅഫോർഡബിൾ ടു ഫോർ ഓവർ 60% ഓഫ് ഇന്ത്യൻസ് ഡ്യൂ ടു ഹൈ പ്രൈസസ് ഓഫ് ന്യൂട്രിയൻ റിച്ച് ഫുഡ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂട്രീഷൻസ് എല്ലാവർക്കും വേണം. ബട്ട് ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ഫോർ എക്സാമ്പിൾ പൾസസ്, സെരിയൽസ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഹെൽത്തി ഡയറ്റിൽ പെടുന്നതാണ്. ഈ കാര്യങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ ആവശ്യമായുള്ള പൈസ ഏകദേശം 60% ഇന്ത്യൻസിന്റെ കയ്യിലുമില്ല. അതുകൊണ്ടാണ് അവർ ജസ്റ്റ് കലോറി മാത്രം, അതായത് ഫുഡ് മാത്രം കഴിക്കുക, വിശപ്പെടുക, ഞങ്ങൾക്ക് ന്യൂട്രീഷൻസ് ഒന്നും വേണ്ട, ബിക്കോസ് അതിനൊക്കെ ഹൈ കോസ്റ്റ് ആണെന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം. ഒരുപാട് പോളിസികൾ, മേജർ പോളിസികൾ, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ അഭിയാൻ എന്ന് പറയും. അതുപോലെ തന്നെ സ്കൂൾ ഫീഡിംഗ് സ്കീം. ഈ പോഷൻ അഭിയാൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പ്രിലിംസ് നോട്ടിൽ എഴുതാം. പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ ICDS ഒക്കെ നടത്തുന്ന പ്രോഗ്രാമാണ് പോഷൻ അഭിയാൻ. LKG സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾ എന്താണ് ഈ കഞ്ഞിയും അതുപോലെ തന്നെ അമൃതം പൊടിയൊക്കെ കൊടുക്കുന്നതാണല്ലോ, അതൊക്കെ പോഷൻ അഭിയാന്റെ ഭാഗമായിട്ടുള്ള കേട്ടോ. അതുപോലെ തന്നെ സ്കൂൾ ഫീഡിംഗ് സ്കീം, സ്കൂൾ ഫീഡിംഗ്, സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണം 2021 വീണ്ടും റീലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് ന്യൂട്രീഷ്യസ് ഫുഡും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്, ICDS വഴിയാണ് പലതരത്തിൽ ലാക്ടേറ്റിംഗ് വുമൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ ചിൽഡ്രൻസിനായിക്കോട്ടെ ഇവർക്കുള്ള ആവശ്യമായിട്ടുള്ള പൾസസുകളും കാര്യങ്ങളൊക്കെ ICDSന്റെ വർക്കേഴ്സ് ആയിരിക്കും ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ICDSന്റെ ആശാ വർക്കേഴ്സ് ഒക്കെ വന്ന് എന്താണ് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് ആയിക്കോട്ടെ, ലാക്ടേറ്റിംഗ് ആയിക്കോട്ടെ, ചിൽഡ്രൻസ് ആയിക്കോട്ടെ, ഇവരുടെ വെയിറ്റ് അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത് ICDS വർക്കേഴ്സ് ആണ്. ഓക്കെ, നൗ എംഫസൈസ് ഡയറ്ററി ഡൈവേഴ്സിറ്റി ആൻഡ് ലോങ് ടേം ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെന്റ്സ്. ഇനി സ്ട്രക്ചറൽ ചലഞ്ചസ് റിമെയിൻ. ആസ് ഹങ്കർ ഡിക്ലൈൻസ് ഇന്ത്യ ഫേസസ് റൈസിംഗ് മാൽ ന്യൂട്രീഷൻ. അപ്പൊ ഇന്ത്യ ഹങ്കർ കുറച്ചു, അതായത് ഇന്ത്യയിലെ ദാരിദ്ര്യം കുറച്ചു. ദാറ്റ് മീൻസ് വിശപ്പില്ലാതെ അല്ലെങ്കിൽ വിശന്നാരും മരിക്കാൻ പാടില്ല, ആ ഒരു കാര്യങ്ങൾ ഇന്ത്യ കുറച്ചു. ബട്ട് മാൽ ന്യൂട്രീഷൻ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒബിസിറ്റി, മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, ആവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല, എസ്പെഷ്യലി ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ. അർബൻ ആയിക്കോട്ടെ റൂറൽ ഏരിയാസ് ആയിക്കോട്ടെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല. ഇനി അഗ്രി ഫുഡ് സിസ്റ്റം ട്രാൻസ്ഫോർമേഷൻ നീഡഡ്. അപ്പം ഇനി ഇത്തരത്തിലുള്ള മാൽ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ഫുഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ മേക്കിംഗ് ന്യൂട്രിയൻ റിച്ച് ഫുഡ്സ് അഫോർഡബിൾ ഈസ് ക്രൂഷ്യൽ. അതായത് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആളുകളിലേക്ക് എത്തുന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നല്ല ഫുഡ് ആളുകളിലേക്ക് എത്തണം. അതിനെന്ത് വേണം? അതായത് പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആനിമൽ പ്രൊഡക്ട്സ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ, ഹൈ കോസ്റ്റ് ആണ്, അല്ലെ? ഇതിനെ സംബന്ധിച്ച് ഹൈ കോസ്റ്റ് ആണ് ഇത്തരം കാര്യങ്ങൾക്ക്. ബട്ട് ഇതൊന്നും ഒരുപാട് ആളുകൾക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. അതിന് വേണ്ടിയിട്ട് വുമൺ ലെഡ് ഫുഡ് എന്റർപ്രൈസസ്, അതുപോലെ തന്നെ ഫാമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ FPOs, അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സ് തുടങ്ങിയ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ സാധനങ്ങളൊക്കെ ഒന്നും ഒരുപാട് നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് കൂടുന്നത്, അല്ലെ? ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സ്, അതൊരു ഒരു കാറ്റടിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പ്രൊഡക്റ്റിന് എന്തായിരിക്കും? റേറ്റ് കൂടുതലായിരിക്കും. ആ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് റേറ്റ് കൂടുതലായിരിക്കും. അപ്പം വുമൻസ് ലെഡ് ആയിരിക്കുന്ന എന്റർപ്രൈസസുകൾ, അതുപോലെ തന്നെ ഫാമേഴ്സിന്റെ ഓർഗനൈസേഷൻസ്, ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ക്രോപ്സ്, അതായത് ക്ലൈമറ്റിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ക്രോപ്പിംഗ് പാറ്റേൺസ് അല്ലെങ്കിൽ ക്രോപ്സുകൾ നമുക്ക് ആവശ്യമായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ ന്യൂട്രിയസ് ഫുഡിന്റെ റേറ്റ് കുറയാന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ ലിവറേജിങ് ഡിജിറ്റൽ അഗ്രികൾച്ചർ.
പ്ലാറ്റ്ഫോംസ് ലൈക്ക് അഗ്രിസ്റ്റാക്ക്, ഇ നാം, ഇതൊക്കെ നിങ്ങളെ പ്രിലിംസ് നോട്ടിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അഗ്രിസ്റ്റാക്ക് എന്താണ്, ഇ നാം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ജിയോസ്പേഷ്യൽ ഡാറ്റ ക്യാൻ സ്ട്രെങ്തൻ മാർക്കറ്റ് ആക്സസ് ആൻഡ് ഇംപ്രൂവ് ഡെലിവറി ഓഫ് ന്യൂട്രീഷ്യസ് സെൻസിറ്റീവ് ഇന്റർവെൻഷൻസ്. അതായത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചർ ആക്സസിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ള മാർക്കറ്റ് ആക്സസ്, ആളുകൾക്ക് മാർക്കറ്റ് ആക്സസിലേക്കും അതുപോലെ തന്നെ ഫാമേഴ്സിനാണെങ്കിലും ബെറ്റർ മാർക്കറ്റ് ആക്സസ് അവർക്ക് ലഭിക്കും. പിന്നെ ഗ്ലോബൽ പൊസിഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്. ഇന്ത്യസ് ഇന്നോവേഷൻ ആൻഡ് ഡിജിറ്റലൈസേഷൻ, സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡാറ്റ ഡ്രിവൻ അഗ്രികൾച്ചർ സെർവ് ആസ് എ മോഡൽ ഫോർ അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. FAO lauds India's roles. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ഒരു ഇന്ത്യയുടെ ഇത്തരം റോൾസിനൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യസ് ലീഡർഷിപ്പ് ഈസ് സീൻ ആസ് എ വൈറ്റൽ ഫോർ അച്ചീവിംഗ് UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, എസ്പെഷ്യലി സീറോ ഹങ്കർ വിത്തിൻ 5 years. അപ്പോൾ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. അതിൽ സീറോ ഹങ്കർ എന്ന് പറഞ്ഞാൽ 2031 കൂടി എല്ലാ രാജ്യങ്ങളും എത്തേണ്ട ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ്. അതിന്റെ ടാർഗറ്റ് 2030 വെച്ചിട്ടുള്ളത്. ബട്ട് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ ഇന്ത്യക്ക് ഒരു സീറോ ഹങ്കർ 2030 കൂടി തന്നെ സീറോ ഹങ്കർ എത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 13 UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്താണ്, ഓരോ ഗോൾ നമ്പേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണ്, SDGs എന്തൊക്കെയാണ്, SDG ഗോൾസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയോ. ഇനി ഫ്യൂച്ചർ ആക്ഷൻസ് മീറ്റിംഗ്സ്, ദ SDG വിൽ റിക്വയർ ഫർദർ പൊളിറ്റിക്കൽ വിൽ, സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇന്നോവേഷൻസ്. ഇനി ഫ്യൂച്ചർ ആയിട്ട് നമ്മളെ SDG ഗോൾസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്, പുതിയ ഇന്നോവേഷൻസ് ആവശ്യമായിട്ടുണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ആ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു ഫോർത്ത് ആർട്ടിക്കിൾ, ഹു ഡിസൈഡ്സ് നോമിനേഷൻ ടു UT അസംബ്ലീസ്. GSP 2 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, GSP 2 ആൻഡ് ഗവേണൻസ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എസ്പെഷ്യലി പൊളിറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ മാത്രമാണ്. ഓക്കെ, യൂണിയൻ മിനിസ്റ്ററി ആൻഡ് നോമിനേഷൻ പവേഴ്സ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അതായത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പം ജമ്മു ആൻഡ് കാശ്മീരിലെ ഭരണം എങ്ങനെയാണ്, കേരളത്തിലെ പോലുള്ള ഭരണക്രമമാണോ ജമ്മു ആൻഡ് കാശ്മീരുള്ളത്? അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആർ ആർഗ്യൂഡ് ബിഫോർ കോർട്സ് ആസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പവർ ഉണ്ട്, ആർട്ടിക്കിൾ 370 എന്ന് പറയും. ഓക്കെ, അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 നമുക്ക് ഒരു 2 വർഷം മുന്നേ വളരെ വലിയൊരു ചലഞ്ചസ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഈ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന്റെ സ്പെഷ്യൽ പവേഴ്സ് എടുത്ത് കളയുക എന്നുള്ളത് ന്യൂസിലൊക്കെ വന്നൊരു കാര്യമായിരുന്നു, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്. അപ്പം ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, നമ്മുടെ ആഭ്യന്തരമന്ത്രി കോർട്ടിന് മുന്നിൽ ആർഗ്യൂ ചെയ്ത കാര്യമാണ് ലെഫ്റ്റനന്റ് ഗവർണർ. അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണർ ഉണ്ടായിരിക്കും. ഇവിടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ലെഫ്റ്റനന്റ് ഗവർണറിന് 5 മെമ്പേഴ്സിനെ ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഇപ്പൊ സാധാരണ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എന്താണ് ചെയ്യാറുള്ളത്, എലക്ട് ചെയ്തിട്ടാണ് ആളുകൾ വരാറുള്ളത്. പക്ഷെ എലക്ഷൻ മാത്രമല്ല, അതിൽ ഒരു 5ഓളം പേരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഈ നോമിനേറ്റ് ആളായിരിക്കും ഗവർണർ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ. ഇവരായിരിക്കും ഈ ഒരു അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ MLA സെലക്ട് ചെയ്യുന്നതാണ്, അതല്ലാതെ നോമിനേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്, ഒരു 5 പേരെ നോമിനേറ്റ് ചെയ്യാം. ബട്ട് മറ്റ് സ്റ്റേറ്റുകൾ നോക്കുന്ന സമയത്ത് ഈ ഗവർണർ ആയിക്കോട്ടെ, ഗവർണറിന് ഈ 5 പേരെ നോമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മിനിസ്റ്റേഴ്സിന്റെ സമ്മതം ആവശ്യമല്ല, കൺസെന്റ് ആവശ്യമായിട്ടുണ്ട്. ബിക്കോസ് അവരുടെ ഒരു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ 5 പേരെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ 5 പേരെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഇതിനകത്തേക്ക് നോമിനേറ്റ് ചെയ്യാം. അതിന് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ അസംബ്ലിയിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ആവശ്യമായിട്ടില്ല. അതാണ് ഇവിടെ ചർച്ചാ വിഷയമായിട്ട് നടക്കുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ നോമിനേഷൻസ്, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കാം. The Indian Constitution allows the nomination of members to both the Parliament and state legislature. The Indian Constitution നോമിനേഷൻ ടു പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും, പാർലമെന്റിലാകുമ്പോൾ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലാകുന്ന സമയത്ത് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം. പ്രീവിയസ്ലി ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സ് could be nominated to the Lok Sabha and state assemblies, but this was discontinued from 2020 onwards. അത് മുന്നേ 2 ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. 2020 ശേഷം ഈ ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാജ്യസഭ പാർലമെന്റ് കണ്ടീഷൻ നോക്കാൻ, രാജ്യസഭയിൽ 12 നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ്. രാജ്യസഭയിൽ 12 പേരെ നോമിനേറ്റ് ചെയ്യാം. സോ അങ്ങനെ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത് പോയ ഒരാളായിരുന്നു കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം. ഓക്കെ, രാജ്യസഭ MP ആയിരുന്നത് നോമിനേറ്റഡ് മെമ്പർ ആണ്. ഓക്കെ, രാജ്യസഭയിൽ നമ്മുടെ സുരേഷ് ഗോപി നോമിനേറ്റഡ് മെമ്പർ ആയിരുന്നു, എലക്ട് ചെയ്ത് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷമാണ് എലക്ട് ചെയ്ത് അദ്ദേഹം ലോക്സഭ MP ആയി മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓൾ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ബേസ്ഡ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പം ഇത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആരുടെ അഡ്വൈസോട് കൂടി? യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, യൂണിയൻ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ അഡ്വൈസോട് കൂടിയിട്ടാണ് ഈ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ
ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ദാറ്റ് മീൻസ് ചില സ്റ്റേറ്റുകളിൽ 2 ഹൗസ് ഉണ്ട്, അപ്പർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ് ഉണ്ട്. അവിടെ 1/6 ഓഫ് ദ മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദ ഗവർണർ. അതായത് ടോട്ടൽ മെമ്പേഴ്സിന്റെ 6ൽ 1 ഭാഗം ആളുകളെ ആർക്ക് നോമിനേറ്റ് ചെയ്യാം? ഗവർണർക്ക്. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് MLA മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില കർണാടകയിൽ നോക്കുന്ന സമയത്ത് MLC ഉണ്ട്, MLA ഉണ്ട്. ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അപ്പൊ ഇതിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1/6 മെമ്പേഴ്സിനെ ആർക്ക് നോമിനേറ്റ് ചെയ്യാം? ഗവർണർക്ക് നോമിനേറ്റ് വിത്ത് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ മിനിസ്റ്റേഴ്സ്. അതായത് ഇത് കർണാടകയാണെന്ന് കരുതുക, കർണാടക ഗവൺമെന്റിലെ മന്ത്രിമാരുടെ എയ്ഡ് ആൻഡ് അഡ്വൈസോട് കൂടിയിട്ട് 1/6 മെമ്പേഴ്സിനെ MLCയിലേക്ക് വേണമെങ്കിൽ ഗവർണർക്ക് അപ്പോയിന്റ് ചെയ്യാം, നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് അസംബ്ലി നോമിനേഷൻസ്. The composition of legislative assemblies of UTs, Delhi, Puducherry, Jammu Kashmir is defined by acts of parliament. അതായത് ഈ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അധീനതയിലുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അപ്പം ഈ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്തായിരിക്കണം, എങ്ങനെയാണ് അതിന്റെ കമ്പോസിഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ടിലൂടെ, പാർലമെന്റ് ചെയ്യുന്ന ആക്ടിലൂടെയാണ് അതിന്റെ കമ്പോസിഷൻസ് വർക്കിംഗ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. In Delhi and Puducherry, nominated members can be appointed by the central government. Such powers have led to dispute over whether nominations should require the advice of the elected government in the UT. For Delhi and Puducherry, nominated members, ഡൽഹിയിലും പുതുച്ചേരിയിലും നോമിനേറ്റഡ് മെമ്പേഴ്സ് ക്യാൻ ബി അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഡൽഹിയിലോ അല്ലെങ്കിൽ പുതുച്ചേരി, പോണ്ടിച്ചേരിയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിന് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടേക്കുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സിനെ അപ്രൂവ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പവേഴ്സ് അവർ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് വന്നിട്ട് നമ്മുടെ പോണ്ടിച്ചേരിയിലുള്ള 2 പേരെ അവർ സെൻട്രൽ ഗവൺമെന്റ് അവിടെ നോമിനേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ ഡിസ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സ്ട്രാ പവേഴ്സ് വരുന്ന സമയത്ത് ഓൾറെഡി ആ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ, ദാറ്റ് മീൻസ് ഡൽഹി ആയിക്കോട്ടെ, പോണ്ടിച്ചേരി ആയിക്കോട്ടെ, ജമ്മു കാശ്മീർ ആയിക്കോട്ടെ, അവിടെ ഓൾറെഡി ഒരു ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റ് പോലും അറിയാതെ സെൻട്രൽ ഗവൺമെന്റ് അവിടെ നിന്ന് 2-3 പേരെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. അപ്പം ഈ ഒരു ഡിസ്പ്യൂട്ട് വരില്ലേ? അപ്പൊ അതാണ് ഇതിനകത്ത് വന്ന മെയിൻ ഇഷ്യൂസ്. അതായത് അവിടെയുള്ള ഗവൺമെന്റ് പോലും അറിയാതെ സെൻട്രൽ ഗവൺമെന്റ് 2-3 പേരെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വന്നോളൂ എന്ന് പറയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ലെജിറ്റിമേറ്റ് ആയിട്ട് ആളുകളെ സെലക്ട് ചെയ്ത് എലക്റ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള ഗവൺമെന്റിന്റെ വില എന്താണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ചോദിക്കുന്നത്. But Jammu and Kashmir Assembly specifies, as per Article 15, 15A and 15B of the Jammu and Kashmir Reorganization Act, the LG may nominate up to 5 members, including women and from displaced communities. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 15, 15A and 15B ഓഫ് ദ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്, നമ്മൾ ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയ ശേഷം പുതിയൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു നിയമപ്രകാരം അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർക്ക്, അതായത് അവിടുത്തെ ഗവർണർക്ക് 5 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. അതിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എയ്ഡ് ആൻഡ് അഡ്വൈസ് ആവശ്യമായിട്ടില്ല. വുമൻസിൽ നിന്നും ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. പിന്നെ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, ട്രിപ്പിൾ ചെയിൻ ഓഫ് കമാൻഡ്. ദാറ്റ് മീൻസ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒരുപാട് കാലങ്ങളായിട്ട് ഗവൺമെന്റിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടസിൽ എന്ന് പറയുന്നത്. ഒരുപാട് വർഷം സിവിൽ സർവീസിന്റെ കാലഘട്ടം മുതൽ ഇത്തരം ടസിൽസ് നടക്കാറുണ്ട്. എല്ലാ വർഷവും UPSC ഷുവർ ഷോട്ട് ആയിട്ട് പ്രിലിംസ് ഓർ മെയിൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനും ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും. അപ്പം ഇതിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറയുന്നത്, ദ ലാൻഡ്മാർക്ക് ഡിസിഷൻ ഗവൺമെന്റ് ഓഫ് NCT ഡൽഹി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2023 ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഡിസിഷൻ സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പൊ സുപ്രീം കോടതി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ ചെയിൻ ഓഫ് കമാൻഡ്. സോ എന്താണ് ട്രിപ്പിൾ ചെയിൻ ഓഫ് കമാൻഡ്? അപ്പൊ ട്രിപ്പിൾ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് സിവിൽ സർവൻസ് ആർക്ക് അക്കൗണ്ടബിൾ ആണ്? മിനിസ്റ്റേഴ്സിന് അക്കൗണ്ടബിൾ ആണ്, അല്ലെ? സിവിൽ സർവൻസ്, അതായത് IAS IPS ഓഫീസൊക്കെ മിനിസ്റ്റേഴ്സിന് അക്കൗണ്ടബിൾ ആണ്. മിനിസ്റ്റേഴ്സിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഇനി മിനിസ്റ്റേഴ്സ് ആർക്ക് അക്കൗണ്ടബിൾ ആണ്? മിനിസ്റ്റേഴ്സ് ലെജിസ്ലേച്ചറിന് അക്കൗണ്ട്, അതായത് അവർ പോയിരിക്കുന്ന എവിടെയായിരിക്കും? MLA ആയിരിക്കും ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെ? MLA ആയതിനു ശേഷമാണ് മിനിസ്റ്റർക്ക് ആവാൻ പറ്റും. അപ്പൊ അവര് ആ ഒരു അസംബ്ലിയിൽ അക്കൗണ്ടബിൾ ആയിരിക്കും. അവര് അസംബ്ലിയിൽ അവരെ ചോദ്യം ചെയ്യപ്പെടാം, അസംബ്ലിയിൽ അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർക്ക് അക്കൗണ്ടബിൾ ആണ്? അക്കൗണ്ടബിൾ ഇലക്ടറേറ്റ്. അതായത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്ട് ചെയ്തിരിക്കുന്ന ആളുകളെ ആരാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ജനങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ജനങ്ങളെയാണ് നമ്മൾ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത്. അവരാർക്ക് അക്കൗണ്ടബിൾ ആയിരിക്കണം? ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ഇതാണ് ഈ ട്രിപ്പിൾ ചെയിൻ കമാൻഡ്. 1, 2, 3. ഇതാണ് ഈ ട്രിപ്പിൾ ചെയിൻ കമാൻഡ് എന്ന് പറയുന്നത്. The court ruled that the matter where the Delhi Assembly does not have legislative powers, the LG's decision must follow advice from the Council of Ministers. അപ്പോൾ കോർട്ട് റൂൾ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തിനകത്ത് ലെഫ്റ്റനന്റ് ഗവർണർ തോന്നുന്ന ആളുകളെ മാത്രം ഡൽഹി അസംബ്ലിയിലേക്ക് കയറ്റുന്നു. അപ്പൊ അത് നടക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ലെജിറ്റിമേറ്റ് ആയിട്ട് ആളുകളെ സെലക്ട് ചെയ്തില്ല, മെജോറിറ്റി ഗവൺമെന്റ് പറയുന്നത് അഡ്വൈസ് നിങ്ങൾ എടുക്കണം. ദാറ്റ് മീൻസ് ഡൽഹി ഗവൺമെന്റ് പറയുന്ന അഡ്വൈസ് എടുത്തിട്ട് അവർ പറയുന്ന ആളുകളെ നോക്കിയിട്ട് മാത്രമാണ് നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് സ്പെഷ്യൽ പവേഴ്സും തന്നിട്ടില്ല. ബിക്കോസ് ഗവർണറെ ജനങ്ങളെ സെലക്ട് ചെയ്യുന്നതല്ല.
ദ പ്രിൻസിപ്പൽ സീക്സ് ടു പ്രിവെന്റ് എക്സിക്യൂട്ടീവ് ഓവർ റീച്ച് ആൻഡ് എൻഷുർ ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി ഫോർ നോമിനേഷൻ. അപ്പം ഈ ഒരു കാര്യം വെച്ചിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ഓവർ റീച്ചിങ് തടയുന്നതിന് വേണ്ടി. എക്സിക്യൂട്ടീവ് ഓവർ റീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ എക്സിക്യൂട്ടീവ് ആണ്, അവർ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ എടുത്ത് മാറ്റാൻ പറ്റില്ല, അങ്ങനെ കണ്ടീഷൻ ഇല്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ട് ഷുഡ് ബി ഡൺ? പോളിസി റെക്കമെൻഡേഷൻ. Duties are not equivalent to full-fledged states, but must have nominations mechanism accountable to the populations. അപ്പം യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫുൾ ഫ്ലഡ്ജഡ് അല്ല സ്റ്റേറ്റ്, ഒരുപാട് ആളുകളുടെ സ്ഥലമൊന്നുമല്ല, കുറച്ച് ആൾക്കാർ മാത്രമേ യൂണിയൻ ടെറിട്ടറിയിലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ബട്ട് ഈ ഒരു നോമിനേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ആ നോമിനേറ്റ് ചെയ്യുന്നതാണെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയിരിക്കണം. അപ്പം ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ എന്ത് ചെയ്യണം? ജനങ്ങളെ സെലക്ട് ചെയ്യുന്ന ഒരു എന്താണ് മന്ത്രിസഭ ഉണ്ടായിരിക്കും. ആ മന്ത്രിസഭയെ പറയുന്ന ആളുകൾ മാത്രമാണ് ഗവർണറെ നോമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഗവർണർക്ക് തോന്നുന്ന ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം ജമ്മു കാശ്മീർ നടന്ന പോലെ. സോ അതാണ് ആസ് എ വേ ഫോർവേഡ് പറയാനുള്ളത്. നോമിനേഷൻ ഷുഡ് ഐഡിയലി ബി ഡൺ ബേസ്ഡ് ഓൺ ദ മെജോറിറ്റീസ് ഗവൺമെന്റ് അഡ്വൈസ് ടു പ്രിവെന്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓവർ conversion of majority into minority, which would disrupt democratic functioning. Jammu and Kashmir unique status. Jammu and Kashmir പ്രത്യേകമായിട്ട് സ്പെഷ്യൽ പവർ ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് sui generis of its own kind. Unlike other UTs, specific constitution and legal distinction apply to nomination and powers. ഇവർക്ക് ഒരു സ്പെഷ്യൽ നോമിനേഷൻസ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് പവേഴ്സ് ഉണ്ട് ആർക്ക്? ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. സോ ഇത് കംപ്ലീറ്റ്ലി പ്യുവർലി പൊളിച്ചാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ ഇതിന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ ടു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ. ഞാൻ ഈ ആർട്ടിക്കിൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ക്രക്സ് പോയിന്റ് മാത്രം പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഥനോൾ ബ്ലെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ പെട്രോൾ എന്താണ്, പെട്രോൾ ആണ് വണ്ടികളിലൊക്കെ ഓടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? പക്ഷേ ഈ പെട്രോൾ എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾ ഫോറിൻ രാജ്യത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അമേരിക്കൻ സാങ്ഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് രാജ്യങ്ങളെയാണ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഓയിൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട്. ബിക്കോസ് ഓയിൽ അത്രത്തോളം ഇന്ത്യക്ക് ആവശ്യമായിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഓയിൽ റിസർവും ഇല്ല. അപ്പോൾ ഇന്ത്യ ഓയിലിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ടീവായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരാം. ഓക്കെ, പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസിലാണെങ്കിൽ ലിഥിയം അയൺ പോലത്തെ ബാറ്ററീസ് ആണെങ്കിൽ നമ്മൾ പുറത്ത് ഇമ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ നമുക്ക് ഇവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റണം. അതിനാവശ്യമുള്ള റിസർവ് നമുക്ക് അത്ര കുറവാണ്. അപ്പോൾ അതിന് പകരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു മെത്തേഡായിരുന്നു എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതായത് 2025 ആവുന്നതോടുകൂടി തന്നെ നമ്മുടെ പെട്രോളിൻ്റെ അകത്ത് 20% എത്തനോൾ ബ്ലെൻഡ് ചെയ്യും. ഈ എത്തനോൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കെയിൻ ബേസ്ഡ് റോ മെറ്റീരിയൽ ആണ്. മൊളാസസിൽ നിന്നൊക്കെ, അതായത് കരിമ്പൊക്കെ ഷുഗറൊക്കെ എടുത്തതിന് ശേഷമുള്ള ബാക്കി വരുന്ന ഏറ്റവും ലാസ്റ്റ് റോ മെറ്റീരിയൽ ആണ്. ഷുഗർ കെയിൻ ജ്യൂസ്, ഷുഗർ സിറപ്സ്, ഡാമേജ് ആയിട്ടുള്ള ഗ്രെയിൻസ്, അതായത് ബ്രോക്കൺ ആയിട്ടുള്ള റൈസ്, മെയ്സ്, സെല്ലുലോസ്, അതുപോലെ തന്നെ മറ്റ് കുറച്ച് ഫെർമെന്റേഷൻ ഒക്കെ ചെയ്തിട്ട് സ്റ്റാർച്ചി ആയിട്ടുള്ള സെല്ലുലോസ് എന്നൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്തനോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ എത്തനോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എത്തനോൾ നമ്മൾ ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കും. എത്തനോൾ നമ്മൾ എന്തുമായിട്ട് ബ്ലെൻഡ് ചെയ്യും? പെട്രോളുമായിട്ട് ബ്ലെൻഡ് ചെയ്യും. അതായത് 20%, അതായത് നമ്മളൊരു 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി പുറത്തുനിന്ന് 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങുന്നതിന് അതിന് 20 രൂപേൻ്റെ പെട്രോളിന് 20 രൂപയ്ക്ക് പെട്രോൾ പകരമായിട്ട് 20 രൂപേൻ്റെ എന്തായിരിക്കും? എത്തനോൾ ആയിരിക്കും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്തനോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഓയിൽ ഇമ്പോർട്ടിങ് നമുക്ക് കുറക്കാൻ പറ്റും. മൊത്തം പെട്രോൾ നമുക്ക് ഇങ്ങോട്ട് വേണ്ട, നിങ്ങൾ ആദ്യം തരുന്നതിൻ്റെ 20% കുറച്ച് തന്നാൽ മതി. ബാക്കി ബിക്കോസ് 20% ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾ ഇവിടുന്ന് എത്തനോൾ മിക്സ് ചെയ്യാം. എത്തനോൾ ഞങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എത്തനോളിന് ലോ കലോറിഫിക് വാല്യൂ ആണ്, പെട്രോളിനെക്കാട്ടും വളരെ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് കമ്പസ്റ്റൻ ചേമ്പറിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻജിൻസ് ഒക്കെ കുറച്ച് ചേഞ്ചസുകൾ വരുത്തേണ്ടി വരും. അതിൻ്റെ ഒരു ട്രെയിനിങ് മെക്കാനിസം, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മെക്കാനിസത്തിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടി വരും. 2025 കൂടി എത്തനോൾ മിക്സിങ് 20% എത്തിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി പെട്രോൾ മാത്രം ഉപയോഗിച്ച് വണ്ടി റൺ ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസുകൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ എക്സോസിലാണെങ്കിലും കുറച്ച് ചേഞ്ചസുകൾ വരുത്തേണ്ടി വരും. ബിക്കോസ് ഈ എത്തനോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈട്രസ് ഓക്സൈഡ്, അതുപോലെ തന്നെ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, ഈ വേസ്റ്റുകളാണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കുറയും എത്തനോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോളിൻ്റെ കൂടെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ഞാൻ പറയാം, സർക്കുലർ എക്കണോമി. അപ്പോൾ ഈ സർക്കുലർ എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചറിൽ നിന്ന് വരുന്ന വേസ്റ്റ്, നോർമലി അഗ്രികൾച്ചറിൽ നിന്ന് വേസ്റ്റ് എന്ത് ചെയ്യും? അത് വേസ്റ്റ് ആയിട്ട് കിടക്കും. പക്ഷേ ഈ അഗ്രികൾച്ചറിൽ നിന്ന് വരുന്ന ഈ ഒരു റോ മെറ്റീരിയൽസിൻ്റെ വേസ്റ്റ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? എത്തനോൾ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഈ എത്തനോൾ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? പെട്രോളുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഓയിൽ ഇമ്പോർട്ട് നമുക്ക് കുറക്കാൻ സാധിക്കും. ഓക്കെ, ഈ പെട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അഗ്രികൾച്ചറിലേക്ക് എന്താണ് സാധനങ്ങൾ കൊണ്ടുപോകാനും
കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് സർക്കുലർ എക്കണോമി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സർക്കുലർ എക്കണോമി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും ഇത്തരം എത്തനോൾ യൂസേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് കുറച്ച് പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. നമ്മളെ വെഹിക്കിൾസിന്റെ കമ്പാറ്റബിലിറ്റി എങ്ങനെയായിരിക്കണം, ഇതിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് അക്യൂമുലേഷൻസ്, എങ്ങനെയാണ് എഥനോളിന്റെ ബ്ലെൻഡിങ് കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ടൈം എക്സീഡ് ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആക്കുന്നില്ല. ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതിലാകെ പറയുന്ന കാര്യം എഥനോൾ മിക്സിംഗ് എന്താണ്, അപ്പോൾ അതിന്റെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ന്യൂസ് ആർട്ടിക്കിൾസ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ഇതിന്റെ PDF ആൻഡ് PPT നിങ്ങൾക്ക് കമന്റ് ബോക്സിലുള്ള ഡ്രൈവിന്റെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എനിവേ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.